ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 38. ജിത്തെ, അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. നീ സെക്യൂരിറ്റി വിങ്ങിൽ ചെന്ന് CCTV വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്യൂ വേഗം. അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ പൊടുന്നനെ എത്തിയ കുറേ ആൾക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് മുകളിലത്തെ നിലയിലേക്കുള്ള പടികൾ ഓടിക്കയറുമ്പോൾ ആദിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അവിടെ കൂടെ നിന്ന പലരും പേടിച്ചു പോയിരുന്നു. അവർ കാര്യമറിയാതെ പരസ്പരം തമ്മിൽ നോക്കി നിന്നു. ഓക്കേടാ. കയ്യിലിരുന്ന ഫോൺ ആരുടെയോ നമ്പർ എടുത്ത് ഡയൽ ചെയ്തുകൊണ്ട് ജിത്ത് സെക്യൂരിറ്റി മെയിൻ ഓഫീസിലേക്ക് വേഗത്തിൽ പാഞ്ഞു. ഷിറ്റ്, ഒരു നിമിഷം കൊണ്ട് മിസ്സായി. മുകളിലത്തെ നിലയിൽ ദേവികയുടെ അമ്മ കിടക്കുന്ന മുറിയുടെ നേർക്ക് കാറ്റുപോലെ പായുമ്പോൾ ആദിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. എന്തോ അരുതാത്തത് സംഭവിക്കുന്നു എന്ന് മനസ്സ് പറയുന്നത് പോലെ. സുധിയെ പിന്തുടർന്ന് ഹോസ്പിറ്റൽ എൻട്രൻസിലേക്ക് കയറുമ്പോൾ അങ്ങോട്ടേക്ക് വന്നു കയറിയ ഒരു ആക്സിഡൻറ്റ് കേസ് കാരണം അവൻ തൻ്റെ കൺമുൻപിൽ നിന്നും ഒരു നിമിഷം കൊണ്ടാണ് മാഞ്ഞു പോയത്. അത് സുധി തന്നെയാണെന്ന് തനിക്ക് ഉറപ്പാണ്. അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ദേവികയും കുഞ്ഞും ഇവിടെയുണ്ടെന്ന് വ്യക്തമായ വിവരം കിട്ടിയിട്ട് തന്നെയാവും. ഈ പാതിരാത്രി നേരത്ത് അല്ലെങ്കിൽ അവൻ എന്തിനിവിടെ വരണം? അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ സുധി, നീ പിന്നെ ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. ആദിക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവൻ്റെ വലത് കൈമുഷ്ടി പൊടുന്നനെ ഒന്ന് ചുരുണ്ടു. കണ്ണുകൾ ചുവന്നു കലങ്ങി. കഴുത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള നീലഞരമ്പുകൾ പിടഞ്ഞു പൊങ്ങി. 13ാമത്തെ മുറിക്ക് മുൻപിലേക്ക് അടുക്കാറായപ്പോഴേക്കും അടുത്തേക്ക് എത്തുന്ന കരച്ചിൽ ചീളുകൾ അവൻ്റെ ആദിയെ കൂട്ടാൻ പാകത്തിനുള്ളതായിരുന്നു. പരിഭ്രാന്തിയോടെ മുറിയിലേക്ക് ഓടിക്കയറിയവൻ്റെ കണ്ണുകൾ മുറിയാകമാനം തേടി നടന്നു, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. പക്ഷേ കാണാൻ കൊതിച്ച ഇരുവർ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അവന് പൊടുന്നനെ അപകടം മണത്തു. കൊച്ചും ദേവികയും എവിടെ? കട്ടിലിരുന്നു കൊണ്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന സരസ്വതിയോട് അവൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. കുഞ്ഞ് മിസ്സായി. അവരുടെ അരികിലായി നിന്ന ഒരു നേഴ്സാണ് ആദിക്കുള്ള മറുപടി നൽകിയത്. സരസ്വതി അപ്പോഴേക്കും അവനെ നോക്കിയിരുന്നു കൊണ്ട് തലയിൽ സ്വയം അടിച്ചു കരയുകയായിരുന്നു. ഉള്ളിൽ അലമുറയിടുന്ന ഒരു കടൽ ഉയർത്തെഴുന്നേൽക്കുന്നത് അവൻ അപ്പോൾ അറിയുവാനായി കഴിഞ്ഞു. എന്നിട്ട് അവളെവിടെ? സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ദേവികയെക്കുറിച്ച് ചോദിച്ചവൻ. ആ ചേച്ചി പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് പോയി. ആ സിസ്റ്ററിൻ്റെ മുഖവും പേടികൊണ്ട് വിളറിയിരുന്നു. ആദി പൊടുന്നനെ മുറിയിൽ നിന്ന് നേരെ പുറത്തേക്ക് പാഞ്ഞു. കേട്ടറിഞ്ഞോ എങ്ങനെയൊക്കെയോ അപ്പോഴേക്കും മുറിയുടെ വാതിൽക്കൽ 5-6 പേര് കൂടിയിരുന്നു. നേഴ്സിംഗ് കൗണ്ടറിന് മുൻപിൽ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും സെക്യൂരിറ്റിമാരും ഒക്കെ വെപ്രാളത്തോടെ ആർക്കൊക്കെയോ വേണ്ടി ഫോൺ ചെയ്യുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയോ ഒക്കെ ചെയ്യുന്നു. നിമിഷങ്ങൾക്ക് മുൻപുള്ള തത്തയുടെ മിസ്സിംഗ് അറിഞ്ഞുകൊണ്ടുള്ള ബഹളങ്ങൾ. പെട്ടെന്ന് ജിത്തിൻ്റെ ഫോൺ അവനെ തേടിയെത്തി. താഴെ ഓപ്പിയുടെ അടുത്തേക്ക് വേഗം വാടാ. മറുവശത്ത് നിന്നും ഇത്ര മാത്രമേ ആദി കേട്ടുള്ളൂ. അവൻ്റെ ശബ്ദത്തിലെ പതർച്ചയും സങ്കടവും മഹർഷി പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ഈശ്വര, എൻ്റെ കുഞ്ഞ്. കാറ്റിൻ്റെ വേഗത്തിൽ അവൻ താഴേക്ക് ഓടി. പടികൾ ചാടി ഇറങ്ങി പായുമ്പോൾ പതിവ് തെറ്റിമിടിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല. എൻ്റെ മോൾക്ക് ഒന്നും വരല്ലേ ഈശ്വര. എത്ര പ്രാവശ്യം അവൻ്റെ ചുണ്ടും മനസ്സും അതുരുവിട്ടോ എന്തോ. സുധി OP റൂമിലിട്ട് തത്തക്കുഞ്ഞിനെ ഉപദ്രവിക്കുവാനായി ശ്രമിച്ചു. വാടിൽ തളർന്ന് ഒരു ചേമ്പില പോലെ തൻ്റെ ഇരു കൈകളിലും കിടക്കുന്ന പൊന്നോമനയും കൊണ്ട് എമർജൻസി റൂമിലേക്ക് വേഗത്തിലോടുമ്പോൾ ദേവൻ്റെ കണ്ണിൽ നിന്നും നിർത്താതെ കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. എമർജൻസി റൂമിൻ്റെ വാതിലിന് മുൻപിൽ നിൽക്കുന്ന ഓരോ നിമിഷവും താൻ തീക്കുടുക്കയിലിരുന്ന് ഉരുകി ഇല്ലാതാവുകയാണെന്നാണ് ദേവന് തോന്നിപ്പോയി. അത്രമേൽ നോവ് ലാവ പോലെ അവൻ്റെ ഉള്ളിൽ നിന്നും പൊട്ടിയൊഴുകി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്നും ഉതിർന്നു വീഴുന്ന കണ്ണുനീർ സ്വയം അറിയാതെ അവൻ്റെ കവിളുകളെ നനയിച്ചുകൊണ്ട് താഴേക്ക് ഒഴുകിയിറങ്ങി. അകത്ത് കിടക്കുന്ന ആ പൊന്നോമനയുടെ അവസ്ഥ ദേവനെ അത്രമേൽ പൊള്ളിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിലും അപ്പുറം തനിക്കരികിലായി കിടക്കുന്ന കസേരയിൽ ഒരു ശില പോലെ ഇരിക്കുന്നവളുടെ രൂപം അവൻ്റെ മനസ്സിൽ കുറ്റബോധത്തെ ഉണർത്തി. കരയാൻ പോലും ആവതില്ലാതെ ജീവനുള്ള ഒരു ശവത്തെ പോലെ ഇരിക്കുന്ന ദേവികയുടെ ആ അവസ്ഥ അവനെ കൊല്ലാതെ കൊല്ലുവാൻ പോന്നതായിരുന്നു. ഈശ്വര, ഈ പാപം നടന്നത് അറിഞ്ഞോ അറിയാതെയോ തനിക്ക് ഒരു പങ്കുള്ളത് കൊണ്ടാണല്ലേ. ഇരു കൈകൾ കൊണ്ടും മുഖം അമർത്തി തുടച്ചുകൊണ്ടവൻ കാഷ്വാലിറ്റി മുറിയുടെ വാതിലിന് നേർക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. തത്തമ്മോക്ക് ഒന്നും പറ്റരുത്. തൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ശരി
അവളെ ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെടുത്തണം. വൈകി വന്ന പശ്ചാത്താപത്തിൽ അവൻ ഈശ്വരനോട് കേണുകൊണ്ടിരുന്നു. അന്ന് ദേവിയെ താനൊന്ന് കേട്ടിരുന്നെങ്കിൽ, ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ഏട്ടൻ കൂടെയുണ്ടെന്ന് ധൈര്യം കൊടുത്തിരുന്നെങ്കിൽ, കുറ്റപ്പെടുത്താതെ ഇരുന്നിരുന്നെങ്കിൽ, അനിയത്തിയുടെ ജീവിതത്തിലെ സത്യാവസ്ഥ അറിയുവാനായി ഒരു വട്ടമെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ. ചിന്തകളുടെ തീച്ചൂളയിൽ തല പെരുത്ത് കയറുന്നത് പോലെ തോന്നിയതും അവൻ കൈക്കുള്ളിൽ മുഖം താങ്ങിയിരുന്നു. സുധിയുടെ കുറ്റങ്ങൾ പലതും ദേവി വന്നു പറഞ്ഞപ്പോൾ ഒന്നും അന്ന് കാര്യമാക്കിയിരുന്നില്ല. എല്ലാ കുടുംബങ്ങളിലും ഉള്ളതൊക്കെ തന്നെയല്ലേ അവളും വന്ന് പറയുന്നതെന്ന് മാത്രം കരുതി താൻ അതിനെ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു. ആദ്യമൊക്കെ അവളെ സ്നേഹത്തോടെ ഉപദേശിച്ചു തിരികെ സുധിയുടെ അടുക്കലേക്ക് താൻ പറഞ്ഞു വിട്ടിരുന്നു. പിന്നീട് വീട്ടിലേക്കുള്ള അവളുടെ വരവുകൾ തന്നിലും എപ്പോഴൊക്കെയോ ദേഷ്യം തോന്നിപ്പിച്ചു. ദേവികയോട് സംസാരിക്കാതെ ഇരുന്നാണ് തൻ്റെ ഇഷ്ടക്കേടുകൾ താൻ തിരിച്ചു കാട്ടിയത്. ആദ്യമൊക്കെ തൻ്റെ വീട്ടിലേക്ക് പരിഭവവും പരാതിയുമായി കയറി വരുന്നവൾ തൻ്റെ മൗനവും ദേഷ്യവും കാരണമാകാം പിന്നീട് വരവ് പൂർണ്ണമായി നിർത്തിക്കളഞ്ഞത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നു, സുധി ഇത്രയും നീചനായിരുന്നുവെന്ന്. നീചനല്ല, രാക്ഷസൻ തന്നെ. പരിസരബോധം പോലുമില്ലാതെ ദേവൻ ഏങ്ങലടിച്ചു കരഞ്ഞു. സ്വയം നിയന്ത്രിക്കുവാൻ അവനെക്കൊണ്ടായില്ല എന്നതാണ് സത്യം. താൻ പാപം ചെയ്തു പോയിരിക്കുന്നു, ക്ഷമിക്കാൻ പറ്റാത്ത പാപം. ക്ഷമ ചോദിക്കുവാൻ പോലും ഇവിടെ തനിക്ക് അർഹതയില്ല. അവളുടെ കാലിൽ വീണും മാപ്പ് പറഞ്ഞാലോ, ജീവിതകാലം മുഴുവൻ ആ കാൽക്കൽ വീണ് കേണാലോ പോലും താൻ മാപ്പ് അർഹിക്കുന്നില്ല. പക്ഷേ തനിക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവാനായി തത്തമ്മോൾക്ക് ഇങ്ങനെയൊരു അപകടം ഉണ്ടാവേണ്ടിയിരുന്നില്ല. കുറ്റബോധത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് വെന്തു പോകുമ്പോഴും കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ അവൻ്റെ മനസ്സിൽ കൊള്ളിയാൻ മിന്നുന്ന വേഗത്തിൽ ഓടിയെത്തി. മറക്കാൻ ശ്രമിച്ചിട്ടും അതിനാവാത്തതുപോലെ അവ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ മനസ്സിൽ തറച്ചു നിന്നു. കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ദേവിക കരഞ്ഞതും അമ്മയുടെ മുറിയിൽ നിന്നും താൻ പുറത്തേക്ക് ഓടി ഇറങ്ങിയിരുന്നു. തത്തയെ തിരുവാനായി. തനിക്ക് പുറമെ ദേവികയും ഉണ്ടായിരുന്നു. ഓടിച്ചെന്ന് ആദിയോടെ ഒരു സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞപ്പോഴാണ് അയാൾ തങ്ങളെയും കൊണ്ട് അവരുടെ വിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. ദേവിക ഫാർമസിയിൽ വന്ന് മുകളിലേക്ക് കയറിപ്പോയ ആ 5-10 മിനിറ്റുകൾക്കുള്ളിലാണ് തത്തയുടെ മിസ്സിങ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുക എന്നൊരു കുഞ്ഞു വിശ്വാസവും തനിക്കുണ്ടായിരുന്നു താനും. ആശുപത്രിയിലെ CC ക്യാമറ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തത്തയുടെ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനും കൂടി വെപ്രാളത്തോടെ മറ്റൊരു സെക്യൂരിറ്റിയോടൊപ്പം അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു വന്നത് താൻ ശ്രദ്ധിച്ചത്. ജിത്തേട്ട എന്നും വിളിച്ചുകൊണ്ട് ദേവിക അവനെ കെട്ടിപ്പിടിച്ചതെന്ന് കരയുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആരോ ആണ് വന്നിരിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായിരുന്നു. അയാൾ ആരാണെന്നോ ഇവർക്ക് തമ്മിൽ എന്ത് പരിചയമാണ് ഉള്ളതെന്നോ ഒന്നും ആലോചിക്കുവാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല താനപ്പോൾ. സെക്യൂരിറ്റി ആദ്യം 1-ാം നിലയിലെ വാർഡിന് മുൻപിലുള്ള CCTV ദൃശ്യങ്ങളാണ് തങ്ങൾക്ക് കാണിച്ചു തന്നത്. ദേവിക അമ്മയുടെ മുറിയുടെ വാതിൽ പുറത്തുനിന്നും പൂട്ടുന്നതും താഴേക്കുള്ള പടികൾക്ക് നേരെ നടക്കുന്നതും അതിനുള്ളിൽ വ്യക്തമായി കാണുവാൻ സാധിച്ചിരുന്നു. അവൾ പോയ 2-3 നിമിഷങ്ങൾക്ക് ശേഷമാണ് ഒരുവൻ ചട്ടിച്ചട്ടി ആ മുറിയുടെ നേർക്ക് നടക്കുന്നതും വാതിൽ തുറന്ന് അതിനുള്ളിലേക്ക് കയറുന്നതും കാണാൻ കഴിഞ്ഞത്. അയാളുടെ പിന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നതിനാൽ മുഖം വ്യക്തമായിരുന്നു. പിന്നീട് CCTVയിൽ കണ്ട ദൃശ്യങ്ങൾ മനസാക്ഷിയെ ഞെട്ടിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. OP മുറിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയ സുധി അവിടെ വെച്ച് അവളെ മറ്റൊരു രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ താൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവ് ആണെങ്കിലും മനസ്സിലായതും താനും ജിത്തും ദേവികയും സെക്യൂരിറ്റിയും കൂടി ഒരു നിമിഷം പോലെ പാഴാക്കാതെ അങ്ങോട്ടേക്ക് ഓടിയിരുന്നു. അവനെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയണം എന്ന് തന്നെയായിരുന്നു താനപ്പോൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ തങ്ങളെക്കാട്ടിലും മുൻപിൽ OPയുടെ വാതിലിന് മുന്നിൽ വന്ന കാവുംപാട്ട് മഹർഷി തന്നിലൊരു അമ്പരപ്പ് നിറച്ചു. ആദി സുധിയെ നല്ലതുപോലെ പെരുമാറുവാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും. ഇതിനിടയിൽ താൻ ആദിയുടെ നിർദ്ദേശപ്രകാരം തന്നെ കുഞ്ഞിനെയും കൊണ്ട് എമർജൻസിയിലേക്ക് പാഞ്ഞോടി വന്നിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ ആരെങ്കിലും ഉണ്ടോ? കാഷ്വാലിറ്റിയുടെ വാതിൽക്കൽ നിന്നും വിളിച്ചു ചോദിച്ച ഒരു സിസ്റ്ററിൻ്റെ ശബ്ദമാണ് അവനെ പൊടുന്നനെ ആലോചനകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. ഞാനുണ്ട്.
ദേവിയും ദേവനും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ നേഴ്സിനരികിലേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ ആദി എമർജൻസി റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്നിരുന്നു. തലമുടിയൊക്കെ അലങ്കോലപ്പെട്ട് ഷർട്ടിൻ്റെ മുൻവശത്തെ പോക്കറ്റൊക്കെ കീറിത്തൂങ്ങി മടക്കി വെച്ച് സ്ലീവ് ഒഴിഞ്ഞു ഒരു ഭ്രാന്തമായ രൂപത്തിൽ നിൽക്കുന്ന രൂപം. അതായിരുന്നു അപ്പോഴത്തെ അവൻ്റെ രൂപം. ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മഹർഷിയുടെ മുഖത്തപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം കേൾക്കാൻ പോകുമ്പോഴുള്ള ഒരാവലാതിയും കാണാനുണ്ടായിരുന്നു. നിങ്ങളുടെ ആരാണ് ആ കുഞ്ഞ്? അവൻ്റെ ആ പടുതിയും നിൽപ്പുമൊക്കെ കണ്ടതും പൊടുന്നനെ നേഴ്സ് ചോദിച്ചു. എൻ്റെ മകളാണ്. മറുപടി പറയുവാൻ ആദിക്കൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല. കേട്ടുനിന്ന ദേവനിൽ ഒരു ഞെട്ടൽ പടർന്നുവെങ്കിലും ദേവിക്ക് അവൻ്റെ മറുപടിയിൽ യാതൊരു വെപ്രാളവും തോന്നിയില്ല. കുഞ്ഞിന് ബോധം തെളിഞ്ഞു. ഡോക്ടർ അടുത്ത് വിളിക്കുന്നുണ്ട്. നേഴ്സ് അത്രയും പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് അവരെയും തള്ളി മാറ്റിക്കൊണ്ട് വാതിൽ തുറന്ന് മഹർഷി വേഗത്തിൽ അകത്തേക്ക് പാഞ്ഞിരുന്നു. അതുകണ്ട് ദേവിക പോലും അനങ്ങാനാവാതെ നിന്നിടത്ത് തന്നെ നിന്നു കളഞ്ഞു. CCTV ക്യാമറയുടെ തെളിവിന്മേൽ സുധിയെ ഹോസ്പിറ്റലിൽ നിന്നും പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. പേടികൊണ്ടുണ്ടായതാ. ആ കുട്ടിക്ക് ശാരീരികമായ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നല്ലപോലെ നോക്കുക, പേടി മാറ്റിയെടുക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും ഡോക്ടറിനെ വെച്ച് കൗൺസിലിംഗ് കൊടുക്കാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തൊക്കെയോ മരുന്ന് കുത്തിക്കുറിക്കുന്നതിനിടയിൽ ഡോക്ടർ തല ഉയർത്തി മുൻപിൽ നിൽക്കുന്ന ആദിദേവിനെ ഒന്ന് നോക്കി. സർ, കുഞ്ഞിനെ, അവളെ ഞാനൊന്ന് കണ്ടോട്ടെ? വളരെ ദയനീയമായിരുന്നു അവൻ്റെ അപ്പോഴത്തെ ചോദ്യം. അതിനെന്താ, പോയി കണ്ടോളൂ. ബെഡ് നമ്പർ 3-ലാണ്. വെളുത്ത കർട്ടൻ മാറ്റി അകത്തേക്ക് കയറുമ്പോൾ ബോധമില്ലാതെ പിച്ചും പേയും പറയുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ തളർന്ന ശബ്ദമാണ് അവനെ വരവേറ്റത്. ആദിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. തത്തമ്മേ. ഓടിച്ചെന്ന് കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് തത്തയെ വാരി പുണർന്ന് കുഞ്ഞു മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ അവൻ്റെ മിഴികളിൽ നിന്നും കണ്ണുനീർ ധാരയായി താഴേക്ക് ഒഴുകിയിരുന്നു. മർഷി. കണ്ണു തുറന്ന് പിടിച്ചുകൊണ്ട് അവനെ നോക്കി ആ കുഞ്ഞി ചുണ്ടുകൾ വിതുമ്പി പൊട്ടി. ഇല്ലട വാവേ, ഞാനുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനെ ആരും തൊടില്ല. ഞാനില്ലേ? എൻ്റെ പൊന്നു പേടിക്കല്ലേ. മർഷി നോക്കിക്കോളാം എൻ്റെ വാവേ. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം വിറച്ചു. തൊണ്ടയിടറി. നെഞ്ചിനുള്ളിലെ ശ്വാസം വിലങ്ങി. പോലെ മഷി, എന്നെ വിട്ടിട്ട് പോലെ. മോക്ക് പേടിയാ, അച്ചായെ പേടിയാ. അവൻ്റെ കൈക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ പനിച്ചൂടുകൊണ്ട് ആ കുരുന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു.